നമസ്കാരം. കേരള വിഷൻ അവതരിപ്പിക്കുന്ന സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി സിനിമാ സീരിയൽ രംഗത്ത് വളരെ സജീവമായി നിറഞ്ഞു നിൽക്കുന്ന ശ്രീ വി കെ ബൈജു അവറുകളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. വി കെ ബൈജു എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാമെങ്കിലും രണ്ടുപേര് ബൈജു നടനുണ്ട്. അതുകൊണ്ടാണോ ഈ ഇനിഷ്യലിൽ കൂടെ ഇരുന്നോട്ടെ എന്ന്? അതുകൊണ്ട് തന്നെയാണ്. അതാ നല്ലത്. അപ്പം നമുക്ക് ഒരു പിന്നെ ബേസ് നമ്മുടെ ആരൊക്കെയാണെന്നുള്ളത്, പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് ഉണ്ട്. അതെ. വിദ്യാധരക്കുറുപ്പ്. അച്ഛൻ്റെ പേരിനോടൊപ്പം അറിയപ്പെടുന്ന ആദാമിൻ്റെ മകൻ നബു എന്ന് പറയുന്നത് അതൊരു പിന്നെ നമുക്ക് പറയാനും ഒരു ശങ്കുറ്റമുണ്ട്. വിദ്യാധരക്കുറുപ്പ് അച്ഛൻ RSPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് അനുമുമ്പ് അത് രാജിവെക്കുകയും ചെയ്തു. പിന്നെ പാർട്ടി പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല. RSP എന്ന് പറയുമ്പോൾ തന്നെ കൊല്ലം RSP ഒരു കാലത്ത് എനിക്ക് തോന്നുന്ന മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്ന അപ്പം ബേബി ജോൺ സാറ്, RS ഉണ്ണി സാറ്, K പങ്കയാഴ് സാറ്, ആ ഒരു ഗ്രൂപ്പിലുള്ള ആളായിരുന്നു. അത്രയും പ്രായത്തിലുള്ള അത് മരിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ പാർട്ടി വിടുകയൊക്കെ ചെയ്യും. ഈ ഗ്രൂപ്പുകളോ താമരേഷൻ ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെ അതിനും വളരെ മുമ്പേ പാർട്ടിക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളൊരു പാർട്ടി ഇത് വന്നതാണ്. അത് ഈ ഭയങ്കര വിപ്ലവം പറയുന്നൊരു പാർട്ടിയായിരുന്നു. റെവല്യൂഷൻ അങ്ങനെ പറയുമായിരുന്നു. കുറച്ചുകൂടെ മുന്നിലെ മാർക്സിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റത്തിനേക്കാൾ കുറച്ചും കൂടി തീവ്രമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. തൊഴിലാളികളായിരുന്നു ബേസ് അല്ലേ? ഇപ്പൊ തൊഴിലാളി ഇല്ല. തൊഴിലാളികളെല്ലാം മുതലാളിമാരായി. അതെ, ഇപ്പൊ തൊഴിലാളികളില്ല. ഇപ്പൊ ഞാൻ ഈ തൊഴിലാളി അന്വേഷിച്ച് നടക്കാറുണ്ട്. തെങ്ങ് കയറാൻ ആളില്ല. അങ്ങനെയൊക്കെ അതില്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ? അത് ഏറ്റവും കൂടുതൽ കേരളത്താണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഞാനിടയ്ക്ക് മലപ്പുറത്ത് പോയപ്പോൾ അവിടെ 15 രൂപയല്ലോ ഒരു തെങ്ങ് കയറുന്നത്. 50 രൂപ വിളിക്കുകയും വേണം, പിന്നെ അവനെ വെയിറ്റ് ചെയ്യണം, അവൻ പറയുന്നൊക്കെ കേൾക്കുകയും വേണം. കാത്തു കെട്ടിയിരുന്ന് പിന്നെ അതിനല്ലാതെ എടുത്തോട്ട് പോകും. ഒരു സിറ്റിക്കകത്തൊരു തെങ്ങിൽ കയറി തേങ്ങ വെട്ടി ഇറങ്ങണ ഒരു 3000 രൂപ നടക്കില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. 2 തേങ്ങയെ ഉള്ളെങ്കിൽ ഒരു തേങ്ങ അവനാണ്. ഒരു തേങ്ങ അത് ഇതാ. ഞാൻ ചെയ്യാത്ത ജോലികളില്ല. എന്തൊക്കെയാണ് അത് കേൾക്കട്ടെ. ഞാൻ പെയിന്റിങ്ങിന് പോയിട്ടുണ്ട് വീടുകളിൽ. വാൾ പെയിന്റിങ്. ഏത് പ്രായത്തിൽ? എനിക്കൊരു 18-20 വയസ്സ് ആ സമയത്ത്. ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ സെയിൽസ്മാനായിട്ട് നിന്ന് കുറേ കാലം വന്നിട്ടുണ്ട്. ജീപ്പ് ഓടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴും നാടകങ്ങളൊക്കെ പ്രൊഫഷണൽ നാടകമൊന്നുമില്ല, എല്ലാ നാടകങ്ങളൊക്കെ ചെയ്ത് അമച്ചൽ നാടകങ്ങൾ ഒക്കെ ചെയ്തങ്ങനെ പോകും. ഇവിടെ അതാണ് ഈ ട്വിസ്റ്റ് അല്ലെങ്കിൽ എന്താ നിമിത്തം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത്ര എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചു. പഠിച്ചു കഴിഞ്ഞ സമയത്തായിരുന്നു ഞാൻ IT ആണ്. ഞാൻ ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞിട്ട് IT ആണ്, മെക്കാനിക്ക് മോട്ടോർ വെഹിക്കിൾ. അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പഠിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഈ വെറുതെ നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ അല്ല. IT പഠിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടെ കിട്ടുമല്ലോ, TVSലൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി 6 മാസം ട്രെയിനിങ് ഇത്രയേ ഉള്ളൂ. ഇത് IT പഠിച്ച് ഗവൺമെൻറ് IT അവിടെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒന്നുമില്ല. ഒരു ബൈക്കുണ്ട്, അത് ഓടത്തില്ല. ഒരു കാറുണ്ട്, അതും വല്ലപ്പോഴും ഒക്കെ ഓടും. അത്രയൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. പഠിച്ചിട്ട് വേറെ എവിടെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ IT പഠിച്ച ഒരാള് ഒരു വർക്ക്ഷോപ്പ് ഇട്ടു. പുള്ളി തിയറി നോക്കിയാണ് പണിയെടുക്കുന്നത്. എൻജിൻ പൊളിച്ചിട്ട് ഫിറ്റ് ചെയ്യുക. പണിയൊക്കെ തീർന്നിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നോക്കിയിട്ട് ഒരു പിസ്റ്റൺ വയ്ക്കാൻ പറ്റണില്ല. IT പഠിച്ചാല ഒരെണ്ണം വയ്ക്കാൻ പറ്റണില്ല. ഇളക്കിയൊക്കെ എടുത്തു. പിന്നെ അവർ വേറെ മേശരി വന്നിട്ടാണ് അത് ഫിറ്റ് ചെയ്തത്. തിയറിയും പ്രാക്ടിക്കലും എപ്പോഴും ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നുള്ളതാണ്. വെള്ളത്തിലിറങ്ങി നീന്താൻ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അല്ലാതെ പറ്റില്ല. അതാ അതെന്ന് പറഞ്ഞ പോലെ ഈ നമ്മളെ ഈ മാറ്റം നമ്മൾ ജനിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ.
അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സംഭവിക്കേണ്ടത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് പലരും നിമിത്തങ്ങളാവുന്നു. ചിലർ രക്ഷപ്പെടും, ചിലർ പോകുന്നില്ല. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ എന്തായോ അതേ ആവത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും. അതെ. ഈ പെയിൻറ്റിങ്ങിനും ഇതിനൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ, ഓട്ടോറിക്ഷ ഓടിച്ചു എന്ന് പറയുന്നത്, ഇതെല്ലാം സാമ്പത്തികം തന്നെയാണ് മുഖ്യ. സാമ്പത്തികം 50 രൂപ വരെ ഞാൻ മറ്റേ പെയിൻറ്റിങ്ങിന് പോയി ശമ്പളം കിട്ടുന്നുണ്ട്. 50 രൂപ ശമ്പളം. ഇപ്പം 400 രൂപ ഉണ്ട്. അന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അച്ഛനും അമ്മയും വളരെ 85-ലൊക്കെ മരിച്ചു. അപ്പോൾ സ്വന്തമായിട്ടുള്ള വരുമാനം നോക്കിയാൽ മതി. അതെ, ആ കാലത്ത്. പിന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്ന പീരീഡ് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. എൻ്റെ മോളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കും.